ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ആദ്യമായിട്ട് ഫയൽ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഒരു ഫയലിലേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പലപ്പോഴും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പലതരം വാല്യൂസ് നമുക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യവും വരാറുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കമാൻഡ്സ് പലതും ഉണ്ട്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക്സ് ഞാൻ അത് ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രിൻറ്റിങ് ടു ദ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഞാനത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ ഞാനിവിടെ ഒരു കമാൻഡ് ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. str ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ഇൻപുട്ട്. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുന്ന പ്രിൻറ്റ് റിസീവ്ഡ് ഇൻപുട്ട് ഈസ് str. സോ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇൻപുട്ട് ഓഫ് ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു കോഡ്സ് എഴുതിയിട്ടുണ്ട് എൻ്റർ യുവർ ഇൻപുട്ട് എന്ന്. ഓക്കെ, എന്നിട്ട് str. അപ്പോൾ എന്തോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കമ്പ്യൂട്ടറിനോട് പറയുകയാണ്. എന്താണ് ഇൻപുട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് നേരെ str എന്നുള്ള വാല്യൂയിലേക്ക് കയറി. ദെൻ ഐ ആം ജസ്റ്റ് പ്രിൻറ്റിങ് ദ ഔട്ട്പുട്ട്. ആ പറയുന്ന സാധനം എന്താണെന്നുള്ളത്. സോ പ്രിൻറ്റ് ഓഫ് റിസീവ്ഡ് ഇൻപുട്ട് ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ റൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ കുറച്ചും കൂടി കോഡ് മനസ്സിലാവും. സോ ലെറ്റ്സ് റൺ ദ കോഡ്. കണ്ടോ? സോ വന്നിരിക്കുന്നത് എൻ്റർ യുവർ ഇൻപുട്ട്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഗവൺമെൻറ് കോളേജ് മലപ്പുറം എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ എന്താ വന്നത്? റിസീവ്ഡ് ഇൻപുട്ട് ഈസ് ഗവൺമെൻറ് കോളേജ് മലപ്പുറം എന്ന് ഈ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് തന്നു. എന്താ ചെയ്തത്? എൻ്റർ യുവർ ഇൻപുട്ട് എന്ന് നമ്മൾ ഈ കോഡ്സിൽ കൊടുത്ത സാധനം ഇതാ ഇവിടെ ബ്ലൂ കളറിൽ കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് വന്നു സ്ക്രീനിൽ. എന്നിട്ടോ അവിടെ കേഴ്സർ ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. അതാണ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞുള്ള ഗുണം. അപ്പോൾ യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നത് വരെ അത് വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു. ദെൻ റിസീവ്ഡ് ഇൻപുട്ട് ഈസ് ഗവൺമെൻറ് കോളേജ് മലപ്പുറം എന്ന ഔട്ട്പുട്ട്. റിസീവ്ഡ് ഇൻപുട്ട് ഈസ് കണ്ടോ, നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെയല്ലേ അല്ലേ, അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനാണ്. ദെൻ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് അതും കൂടി ഇങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യും. സോ അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും സ്ക്രീനിലേക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ ഔട്ട്പുട്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് ഈ പറയുന്നത്. അടുത്തത്, ഒരു ഫയലിലേക്ക് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഫയലിലേക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം മെത്തേഡുകളുണ്ട്. സോ ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യം ഒരു ഫയലിലേക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പൺ. സോ ഓപ്പൺ ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. സോ ഫയൽ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ഓഫ്. അതിനകത്ത് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ഫയൽ നെയിം, ദെൻ അത് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ദെൻ ബഫറിങ് വേണോ വേണ്ടയോ എന്നുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ ഏതാണോ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം, ഈ എഴുതിയിരിക്കുന്ന കോഡ് ഇരിക്കുന്ന അതേ ഫോൾഡറിനകത്ത് തന്നെയാണ് ഈ ഫയലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറും ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി. ഫയൽ നെയിം എന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ കൂടി കൊടുക്കണം. ഇനി ആക്സസ് മോഡ്, എങ്ങനെയാണ് ആ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്? പലപ്പോഴും നമുക്ക് ഫയൽ റീഡ് ഓൺലി ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അത് റൈറ്റ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഉണ്ടാവില്ല. ചില ഫയലുകൾ നമുക്ക് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അത് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല കേസുകളുണ്ട്. ദെൻ അത് എന്താണ് ചെയ്യേണ്ടത്? സോ നമുക്ക് പലതരം മോഡുകളിൽ ഓപ്പൺ ചെയ്യാം. റീഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാം, റൈറ്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ, അപ്പൻഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാം. അപ്പൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫയലിൻ്റെ അവസാനം വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ എഴുതി പോവാം. പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. താഴത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബഫറിങ്, അതൊന്നുമില്ല, നമ്മൾ ഡീഫോൾട്ട് ചെയ്ത് വെച്ചാൽ മതി. ബഫറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബഫർ ചെയ്ത് വെക്കാം. അപ്പോൾ ഫയലിൽ നിന്ന് ആ ഒരു ഫയലിനെ നമുക്ക് വേണമെങ്കിൽ ബഫറിങ് എടുത്ത് വയ്ക്കാം. സോ ഇഫ് ദ ബഫറിങ് വാല്യൂ സെറ്റ് ടു 0, ബഫറിങ് എടുക്കില്ല. 1 ആണെന്നുണ്ടെങ്കിൽ ലൈൻ ബഫറിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ബഫർ സൈസ് എല്ലാം വെച്ചിട്ട്. ഓക്കെ, ഈ ബഫറിങ് ഒന്നും തൽക്കാലം നമുക്കൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. മേ ബി അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിലാണ് കുറച്ചും കൂടി വരേണ്ടത്. തൽക്കാലം ആവശ്യം വരില്ല.
നമുക്ക് തൽക്കാലം ഈ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, അതൊന്നും ആവശ്യം വരും. സോ മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ അതിനകത്ത് ഓപ്പൺ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ആക്സസ് മോഡ്. അത് ഏതൊക്കെ കൊടുക്കണം എന്ന്. അപ്പോൾ അത് ആക്സസ് മോഡ് ആർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഓപ്പണിംഗ് എ ഫയൽ ഫോർ റീഡിങ് ഓൺലി. ഒരു ഫയൽ പോയിൻ്റർ വയ്ക്കുന്നത് ആ ഫയലിൻ്റെ ബിഗിനിങ്ങിൽ വയ്ക്കും. ഫയൽ പോയിൻ്റർ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കും, നമ്മുടെ കഴ്സറില്ലേ, കഴ്സർ എവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നു എന്നുള്ള പോലെയാണ് അവിടുന്ന്. അപ്പോൾ അത് വയ്ക്കും. അതൊരു ഡീഫാൾട്ട് മോഡാണ്. അതായത് നമ്മൾ വെറും ഓപ്പൺ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫാൾട്ട് മോഡാണ്, ഈ ആർ എന്നുള്ളത് വരും. ഇനി ആർ ബി, യു ക്യാൻ ഓപ്പൺ എ ഫയൽ ഫോർ റീഡിങ് ഓൺലി ഇൻ ബൈനറി ഫോർമാറ്റ്. ബൈനറി ഫോർമാറ്റിൽ റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസിലും ഫയൽ പോയിൻ്റർ കൊണ്ടുപോയി വെക്കുന്നത് ബിഗിനിങ്ങിലാണ് വെക്കുന്നത്. അടുത്തത് ആർ പ്ലസ്, യു ക്യാൻ ഓപ്പൺ ദ ഫയൽ ഫോർ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അവിടെയും ഫയൽ പോയിൻ്റർ കൊണ്ടിരിക്കുന്നത് ബിഗിനിങ്ങിലാണ്. അപ്പോൾ ഫയൽ മുഴുവൻ റീഡ് ചെയ്യും, ദെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് ഇറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക പ്ലേസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതിനെ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ആർ ബി പ്ലസ്, ദാറ്റ് മീൻസ് യു ആർ ഓപ്പണിംഗ് എ ഫയൽ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ബൈനറി ഫോർമാറ്റ്. അങ്ങനത്തെ കേസിൽ ഫയൽ പോയിൻ്റർ കൊണ്ടുപോയി വയ്ക്കുന്നത് ബിഗിനിങ് ഓഫ് ദ ഫയലിലാണ്. ദെൻ ഡബ്ല്യു, ഫയൽ യു ആർ ഓപ്പണിംഗ് ഫോർ റൈറ്റിംഗ് ഓൺലി, വെറും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എന്താ പ്രശ്നം? ഡബ്ല്യു എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലൊരു ഫയൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് ഓവർ റൈറ്റ് ദ ഫയൽ. നമ്മൾ പലപ്പോഴും നമ്മൾ ഒരേ പേരിൽ തന്നെ സേവ് ചെയ്യുമ്പോൾ കാണാറില്ലേ, ഡു യു വാണ്ട് ടു റീപ്ലേസ് ദ ഫയൽ അല്ലെങ്കിൽ എന്താ കീപ് ബോത്ത് എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫയലിനെ ഓവർ റൈറ്റ് ചെയ്ത് പോകും, അതിനകത്തുള്ളതെല്ലാം പോവും, അതോട് പുതിയ ഫയലാക്കിയിട്ട് വയ്ക്കും. ഇനി സപ്പോസ് ദർ ഇസ് നോ ഫയൽ നെയിം വിത്ത് ദാറ്റ്, അങ്ങനെ ഒരു ഫയൽ നെയിം അതിനകത്ത് നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് പുതിയൊരു ഫയൽ ഉണ്ടാകും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഫോർ റൈറ്റിംഗ്. ഓക്കെ, ഡബ്ല്യു ബി, ഈ ഡബ്ല്യു പോലെ തന്നെയാണ്, പക്ഷേ ബൈനറി ഫോർമാറ്റിലായിരിക്കും അത് റൈറ്റ് ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, ദെൻ ഡബ്ല്യു പ്ലസ് opens a file for both writing and reading. മാത്രമല്ല overwrite the existing file if the file exists. If the file does not exist, it creates a new file for reading and writing. ഇതേപോലെ തന്നെ ബൈനറി ഫോർമാറ്റിലുണ്ട് ഡബ്ല്യു പി പ്ലസ്. അത് ബൈനറി ഫോർമാറ്റിലാണ്, തൊട്ട് മുമ്പത്തെ കേസ് പോലെ തന്നെ ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റിലായിരിക്കും എന്ന് മാത്രം. അടുത്തത് എ, അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ ഫയൽ പോയിൻ്റർ ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫയൽ. ഓക്കെ, അതായത് അപ്പൻ മോഡിലാണ്. അപ്പോൾ അതിൽ അവസാനത്ത് പോയിരിക്കും, പിന്നെ റൈറ്റ് ചെയ്യുന്നതല്ല, ഫയലിൻ്റെ അവസാനം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി ഇങ്ങനെ പോകും. എ ബി, യു ക്യാൻ ഓപ്പൺ ദ ഫയൽ ഫോർ അപ്പൻഡിങ് ഇൻ ബൈനറി ഫോർമാറ്റ്. ദെൻ എ പ്ലസ് ഉണ്ട്, ദാറ്റ് ഈസ് യു ക്യാൻ ഓപ്പൺ ദ ഫയൽ ഫോർ അപ്പൻഡിങ് ആൻഡ് റീഡിങ്. ഫയൽ പോയിൻ്റർ വിൽ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഫയൽ. ഈ എ പ്ലസ് പോലെ തന്നെ എ ബി പ്ലസ് ഓപ്പൺസ് എ ഫയൽ ഫോർ ബോത്ത് അപ്പൻഡിങ് ആൻഡ് റീഡിങ് ഇൻ ബൈനറി ഫോർമാറ്റ്. ഇനി കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതായത് നമുക്ക് ആ ഫയൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാതുണ്ട്. ഫയൽ ഡോട്ട് ക്ലോസ്ഡ് റിട്ടേൺസ് ട്രൂ ഇഫ് ദ ഫയൽ ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ഫോൾസ് അതർവൈസ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ള. ഫയൽ ഡോട്ട് മോഡ്, അത് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കും. ഫയൽ ഡോട്ട് നെയിം, ഏത് ഫയൽ, എന്താണ് ആ ഫയലിൻ്റെ പേരെന്ന് നോക്കും. ഫയൽ ഡോട്ട് സോഫ്റ്റ് സ്പേസ്, പല ഫങ്ഷൻസും ഇതിനകത്താണ് ഉള്ളത്. എന്താ പറയുക, 2-ലുള്ളതാണ്, കുറച്ച് മാറ്റം ഉണ്ടാവും ചിലത് ഫയൽ 3-ലേക്ക് ആവുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈ ഫയൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം. ഞാൻ കുറച്ച് കോഡ് എടുത്ത് വയ്ക്കുകയാണ്. ഇത് ചിലതൊന്നും വർക്ക് ചെയ്യില്ല, പക്ഷെ നമുക്ക് നോക്കാം. കുറച്ച് മാറ്റം വരുത്തണം, കാരണം ഇത് പൈത്തൺ 3-ലാണ് ഞാൻ ഇതിവിടെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ട്യൂട്ടോറിയൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് പൈത്തൺ 2-ൽ. ഓക്കെ, കണ്ടോ, ആ കോഡ് ഞാൻ അതുപോലെ എഴുതി.
നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ഔട്ട്പുട്ട് വരുമെന്ന് നോക്കാമല്ലോ. foo.txt എന്ന പേര് ഫയലിൻ്റെ പേര് നോക്കാം. fo ഈസ് ഈക്വൽ ടു foo.txt wb. എന്താ wb എന്ന് പറഞ്ഞാൽ the file you are opening for writing in binary format. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. റൺ മൊഡ്യൂൾ. അല്ല, ഫസ്റ്റ് തന്നെ മിസ്റ്റേക്ക് ഇത് വന്നു. ഈ സോഫ്റ്റ് സ്പേസ് എന്ന് പറഞ്ഞ സാധനം പൈത്തൺ 2.3 ഇപ്പോൾ. അതുകൊണ്ട് എനിക്കതൊന്ന് ഒഴിവാക്കണം. ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഇതിനൊരു മിസ്റ്റേക്ക് വരുന്നു, കാരണം പൈത്തൺ 3 ഈ പറഞ്ഞ പല ഫങ്ഷൻസും ഇല്ല. നോക്കാം. നെയിം ഓഫ് ദ ഫയൽ foo.txt, ക്ലോസ്ഡ് ഓർ നോട്ട്, ഫാൾസ് അല്ലേ. ക്ലോസ് അല്ലല്ലോ, അത് ഓപ്പൺ ആയിരിക്കുകയാണ്. ഓപ്പണിംഗ് മോഡ് wb. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കി നോക്കാം. ഫയലിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്ത് നോക്കാം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് fo എന്നാണ്. നോക്കി ഇതുണ്ടോ, ഇത് ഈ ചെയ്ത രീതിയാണെന്നും ഈ കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. fo ഈക്വൽ ടു ഓപ്പൺ ഓഫ് foo.txt, wb. ഇങ്ങനെ പറഞ്ഞ അർത്ഥം you are going to open a file foo.txt in writing in binary format. ഈ ഇൻഫർമേഷൻ എല്ലാം കൂടി ഒരു ഫയൽ പോയിൻ്ററിൽ പോയി സേവ് ചെയ്തു. അതിൻ്റെ പേരാണ് fo. ഓക്കെ, നൗ പ്രിൻറ്റ് നെയിം ഓഫ് ദ ഫയൽ. ഫയലിൻ്റെ പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ fo.name എന്ന് കൊടുത്താൽ മതി. ക്ലോസ്ഡ് ഓർ നോട്ട്, ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, ക്ലോസ്ഡ് അല്ലെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓപ്പണിംഗ് മോഡ്, ഏത് മോഡിലാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തതെന്ന് അറിയണമെങ്കിൽ fo.mode എന്ന് കൊടുത്താൽ മതി. ഇതിനകത്ത് എന്താ ബുദ്ധിമുട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്നത് വലിയ വലിയ പ്രോഗ്രാം ആകുമ്പോൾ പലപ്പോഴും ഇതെല്ലാം ആവശ്യം വരാറുണ്ട്. നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കി നോക്കാം. fo.close എന്ന് ഞാൻ കൊടുത്തു. ഇനി fo.closed എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ. കാരണം എന്താണ്, ഫയൽ ക്ലോസ് ചെയ്തു. fo.open fo ഈക്വൽ ടു ഓപ്പൺ ഓഫ് foo.txt. ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്? റൈറ്റിംഗ് ഇൻ ബൈനറി ഫോർമാറ്റ്. ഓപ്പൺ ചെയ്തു. fo. ഓക്കെ, റീഡിങ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഫയൽ നെയിം ഓപ്പൺ ചെയ്തത്, ഇത് റൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ ഈ പ്രോഗ്രാം ചെയ്തിട്ട് ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അത് വളരെ ഈസിയാണ്. നമ്മൾക്ക് ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ് ഓഫ്, അതിനകത്തൊരു സ്ട്രിങ് കൊടുത്താൽ മതി. ആ സ്ട്രിങ് നേരെ ഫയലിലേക്ക് അങ്ങോട്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അത് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനൊരു കോഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഒരു കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പൺ എ ഫയൽ, അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. fo ഈക്വൽ ടു ഓപ്പൺ ഓഫ് foo.txt. അത് ഓപ്പൺ ചെയ്യുന്ന കോമ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്, wb ഫോർമാറ്റിലാണ്. ഓക്കെ, fo.write എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രിങ് എഴുതിയിരിക്കുന്നത് പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്, ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത്രയും എഴുതിയിട്ടുണ്ട്. ഇത്രയും ഈ ഒരു പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്, ഇറ്റ്സ് ഗ്രേറ്റ് എന്നുള്ളത് നമുക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ദെൻ ഫയൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, fo.close എന്ന് പറഞ്ഞു കൊടുത്തു. ഈ കോഡ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ fo.
റൈറ്റ് ഓഫ് Python is a great language /n. Yeah, it is great /n. അത് കഴിഞ്ഞാൽ fo dot close. അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊക്കെ പൈത്തൺ 3 ആകുമ്പോഴേക്കുള്ള വ്യത്യാസമാണ്. ഞാൻ ഇതിനെ ഒരു എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആക്കി മാറ്റി. ദെൻ റൈറ്റ് നോക്കാം. str പറ്റില്ല. fb ആവുമ്പോൾ മേ ബി ഐ ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ചേഞ്ച് w ആക്കിയിട്ടു. ഓക്കെ, നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഫോൾഡർ അവിടെ ഉണ്ടോ, ആ ഫയൽ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. സോ അവിടെ foo.txt എന്ന് പറയുന്ന ഫോൾഡർ ടെക്സ്റ്റ് അവിടെ ഉണ്ട്. സോ ls_.txt നോക്കി ഇതാ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, foo.txt ഉണ്ട്. അപ്പോൾ ഫയലിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്താണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് cat foo.txt ടൈപ്പ് ചെയ്തു. കേട്ടോ, പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്, യാ ഇറ്റ്സ് ഗ്രേറ്റ് എന്നാണ് ആ ഫയലിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ഫോൾഡറിൽ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദാറ്റ് ഈസി. ഞാൻ നോക്കട്ടെ കേട്ടോ. പൈത്തൺ അതാ foo.txt എന്ന ഫയലുണ്ട്. ആ ഫയലുള്ളത് പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്, യെസ് ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, സോ പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്, യാ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ റീഡ് ഓഫ് മെത്തേഡ് ഉണ്ട് ഇതിൻ്റെ ഫയലിൻ്റെ. അപ്പോൾ റീഡ് ഓഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. റീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ആ ഫയലിൽ നിന്ന് അത് ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്യും. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ യു ആർ ഗിവൺ എ കോഡ്. സോ സിൻടാക്സ് ഇങ്ങനെയാണ്. നമ്മുടെ ഫയൽ ഒബ്ജക്റ്റ്, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഫയൽ ഒബ്ജക്റ്റിൻ്റെ പേര് fo എന്നാണ്, ഫയൽ ഒബ്ജക്റ്റ്. ഡോട്ട് റീഡ് ഓഫ് കൗണ്ട് 10 എന്ന് പറഞ്ഞാൽ 10 സ്ട്രിങ് 10 ക്യാരക്ടർ അത് അങ്ങോട്ട് റീഡ് ചെയ്യും. സോ നമുക്കതൊന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് ടേക്ക് എ ഫയൽ fo.txt. അത് കുറച്ചും കൂടി ഉണ്ടാക്കിയത്. അപ്പോൾ ആ കോഡൊന്ന് മാറ്റി നോക്കാം. fo.txt എന്നത് റീഡ് എന്നുള്ള ഇതിലിട്ടെടുത്തു. നൗ s equal to fo.read of 10 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ പ്രിൻ്റ് ഓഫ് s. ഇപ്പോൾ ഫയലിൽ എന്താണോ ഉള്ളത് എന്നാണ് പ്രിൻ്റ് ചെയ്യും. അത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, 10 ക്യാരക്ടർ പൈത്തൺ ഈസ് എന്ന് പറയുന്ന അത്രയും ക്യാരക്ടർ ഇത് ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്തെടുത്തു. ഓപ്പണിംഗ് മോഡ് റീഡാണ്. ഉണ്ടോ, റീഡ് ചെയ്തെടുത്തു. സോ അതാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഇനി പല സമയത്തും ഒരു ഫയൽ റൈറ്റ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഫയൽ റീഡ് ചെയ്യണ സമയത്ത് മൾട്ടിപ്പിൾ ഒക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ ഫയലിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ ഫയൽ റീഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ആദ്യത്തെ ലൈനല്ല വേണ്ട, 3ാമത്തെ ലൈനിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് എടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ 30ാമത്തെ ക്യാരക്ടർ മുതൽക്കാണ് തുടങ്ങേണ്ടത്. എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക? 30ാമത്തെ ക്യാരക്ടർ മുതൽക്ക് ഒരു 5 ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യണം.
എങ്ങനെ പറ്റും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ പൊസിഷൻ, കറൻറ്റ് പൊസിഷൻ ഓഫ് ദ പോയിൻ്റർ വിത്തിൻ എ ഫയൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ജസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ ഏതാണ് റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എത്ര പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഇത് കഴിഞ്ഞിട്ടാണ് ബിഗിനിങ് ഓഫ് ദ ഫയലിന് എത്ര പൊസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോയിൻ്റർ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടി കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ സപ്പോസ് യു ഹാവ് എ ഫയൽ fo is equal to open foo.txt str read of 10 കൊടുത്തു. അപ്പോൾ റീഡ് സ്ട്രിങ് ഈസ് str. ഓക്കെ, ഇനി യു ക്യാൻ ചെക്ക് ദ കറൻറ്റ് പൊസിഷൻ. അതൊന്ന് നോക്കി നോക്കാം. കറൻറ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് fo.tell off എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. സോ യു ഹാവ് റീഡ് ഓഫ് 10 എന്ന് കൊടുത്തു. നൗ ഇവിടെ കൊടുത്തത് പൊസിഷൻ ഈക്വൽ ടു fo.tell off എന്ന് കൊടുത്തു. ഓക്കെ, നൗ യു ക്യാൻ ജസ്റ്റ് പ്രിന്റ് ദ പൊസിഷൻ. പ്രിന്റ് ഓഫ് കറൻറ്റ് പൊസിഷൻ എത്രയാണ്? പൊസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. 10 ഉണ്ടോ? കാരണം റീഡ് ഓഫ് 10 എന്നല്ലേ കൊടുത്തത് നമ്മൾ. ആ 10 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫയൽ പോയിന്റ് എടുക്കണം. അപ്പോൾ കറൻറ്റ് പൊസിഷൻ 10 ആയി. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ഇറ്റ് അഗെയിൻ. ഈ പൊസിഷനിൽ നമുക്ക് ഒന്നും കൂടി റീഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? s ഈക്വൽ ടു fo.read off എന്ന് കൊടുത്തു. then you are again print it. Print of s. then position equal to fo.tell off. again print current പൊസിഷൻ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കേട്ടോ, ആദ്യം 10 പൈസൺ ഈസ് എന്ന് വരെ വന്നു. പിന്നെ അവിടെ മുതൽക്കാണ് റൈഡ് ചെയ്ത് തുടങ്ങിയത്. എ ഗ്രേറ്റ് ലാംഗ്വേജ് എക്സ് ഗ്രേറ്റ് എന്നിട്ട് റീഡ് ചെയ്തു. കറൻറ്റ് പൊസിഷൻ 45. ഓക്കെ, ഐ തിങ്ക് ഐ ജസ്റ്റ് മേഡ് എ മിസ്റ്റേക്ക്. read of 10 എന്നാണ്. again I would like to give it as a 10. so this will be again current position 20. ലാംഗ്വേജിൽ എത്രയും റീഡ് ചെയ്തെടുത്തു. പിന്നെ ബാക്കി ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഫോർ ദാറ്റ് യു ഹാവ് സീക്ക്. പൊസിഷൻ fo.seek. അപ്പോൾ എങ്ങനെയാണ്? സീക്ക് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ്? സീക്ക് ഓഫ് ഓഫ്സെറ്റ് ഫ്രം. സോ എന്താ ഉണ്ടാവുക? അത് ഓഫ്സെറ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി മൂവ്ഡ് ഫ്രം ഏത് റെഫറൻസ് പൊസിഷനിൽ നിന്നാണ്. അവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഇത്ര ബൈറ്റ് നമുക്ക് സീക്ക് പറഞ്ഞാൽ മൂവ് ചെയ്യാം. അപ്പോൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് ഇനീഷ്യൽ പോയിന്റിൽ പോയി നിൽക്കും. ഓക്കെ, സോ I can just try it out. Maybe what I will do, ഞാൻ ഇവിടെ ഫയൽ ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല. so I'll just run it. okay, now fo.seek off ഏത് പോയിന്റിലാണ്? എത്രയാണ് റീഡ് ചെയ്യേണ്ടത്? 0,0 എന്ന് കൊടുത്തു. അപ്പോൾ അത് 0 പൊസിഷനിലെത്തി. ഓക്കെ, നൗ sfo.tell off അത് 0 ആയി അല്ലേ? ഇനി fo.seek off എത്ര ഓഫ്സെറ്റ് വേണം? 5 ഓഫ്സെറ്റ് വേണം ഫ്രം 0. 5 ആയി. fo.tell off എന്ന് കൊടുത്തു. 5 ആയി. ഉണ്ടോ? 5 പൊസിഷനിൽ പോയി. ഇനി fo.seek off ഇപ്പോഴത്തെ പൊസിഷൻ ഏതാണ്?
5 പൊസിഷൻ മൂവ് ചെയ്യണം. എത്ര എവിടെയാണ്? 5-ൽ നിന്ന്. I think it's okay. This is an issue. F4 dot sec of 5,1. Okay, so that's the way you are reading a file. Okay, ഇനി ഈ ഫയലിനെ നമുക്ക് റീനെയിം ചെയ്യാം, ഫയലിനെ റിമൂവ് ചെയ്യാം, അങ്ങനെ പല പരിപാടികളും ഉണ്ട്. ദെൻ പക്ഷെ ചില ഫങ്ഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് പൈത്തൺ 3-ൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ചിലത് കുറച്ച് ചേഞ്ച് ഉണ്ട്. സോ ഇത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ബാക്കി ഞാൻ അഡ്വാൻസ്ഡായിട്ട് എടുക്കുമ്പോൾ അഥവാ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യം വരികയാണെന്ന് വെച്ചാൽ ഞാൻ ആ ഭാഗങ്ങൾ എടുത്തു തരാം. ഇത്രയാണ് തൽക്കാലം നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ളൂ. സോ ഇത് നോക്കി വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.